ചെറുപ്പം മുതൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും. ദാവൂദിന് ഏറ്റവും വലിയൊരു ആഗ്രഹം ഇൻസ്പെക്ടർ ദാവൂദ് ആവണം. ദാവൂദ് ഇബ്രാഹിം എന്നല്ല അയാളുടെ പേര്, മുഴുവൻ പേര്. അപ്പോൾ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം ആവണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹം. അങ്ങനെ അദ്ദേഹം പോലീസ് ഓഫീസറാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ സിനിമകളൊക്കെ ഇൻസ്പയർ ചെയ്യുമല്ലോ. അതിലെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഇയാളുടെ മനസ്സിലുണ്ടാവും. അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. എല്ലാവരെയും എന്താ പറയുക, ഇടിച്ചിടുന്ന, അനീതിക്കെതിരെ പോരാടുന്ന അങ്ങനത്തെ ഒരാൾ തന്നെയാണ്. കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ പിടിക്കുക എന്നൊക്കെ പറയുന്നൊരു സംഭവം. പക്ഷേ ഇദ്ദേഹം പിന്നീട് ചെന്ന് പെടുന്ന സ്ഥലം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് കഥ വികസിക്കുന്നത്. പിന്നെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരിക്കലും ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഇടിയെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഫുൾ ഇടിയാണെന്നോ ആക്ഷൻ ഫിലിമാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫുൾ ഫൺ ഫിലിമാണ് ആക്ച്വലി. ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. പക്ഷേ ഒരിക്കലും വേറൊരു ദാവൂദുമായിട്ട് നമുക്കൊരിക്കലും കണക്റ്റഡ് ആവില്ല. കാരണം ഇയാളുടേതായ ലൈഫ്, ഇദ്ദേഹം പോലീസ് ഓഫീസറാണ്. നമ്മൾ പറയുന്ന ദാവൂദ് ഇബ്രാഹിം വേറൊരു ഇതിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അതുമായിട്ട് യാതൊരു ഇതില്ല. പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഭയം, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഭയം ഉളവാക്കുന്നൊരു പേരാണ് ദാവൂദ് ഇബ്രാഹിം അല്ല. അപ്പം ഞാനും കഥ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതുമായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതല്ല. ഇയാൾക്ക് ഇയാളുടേതായ ലൈഫും ഇയാളുടേതായ ചിന്തകളും ഇയാളുടേതായ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. സാജിദിനെ ഒരു ആക്ടറായിട്ട് മാത്രമേ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ അറിയാം, മുടിയൊക്കെ നീട്ടി വളർത്തി എവിടെ കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിരിക്കണേന്ന് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്ന രീതിയിലുള്ളൊരു രൂപം. പക്ഷേ ഭയങ്കര പാപം പിടിച്ചൊരുത്തനാണ്, വലിയും കൂടിയൊന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ എന്താ പറയുക, സാജിദിനെ സിനിമ അഭിനയത്തോടാണ് ഭയങ്കര താല്പര്യം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടാ ഇങ്ങനെ പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിനെക്കുറിച്ച് അതിന് മുമ്പ് കേട്ടിരുന്നു. മൂപ്പര് ഇത് ഹിന്ദിയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമയായിട്ട് ഞാൻ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. യഷ്രാജ് ഫിലിംസ് എടുത്തതാണ്. പക്ഷേ അതെന്തോ ഡിലേ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് മലയാളത്തിൽ എടുക്കാം എന്നുള്ള തീരുമാനമൊക്കെ ആയത്. ആക്ടർ എന്നുള്ള നിലയ്ക്കും അവൻ പ്രൂവ് ചെയ്തു വരുന്ന ഒരു ആളായിരുന്നു. പക്ഷേ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ സെൻസിബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാജിദിൻ്റെ വഴി ആക്ടിങ്ങിനേക്കാൾ ഡയറക്ഷനാണോ, മേ ബി ചിലപ്പോൾ അതിനകത്ത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ അത് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ചെറിയ ചെറിയ കുട്ടി ക്യാരക്ടേഴ്സ് അല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിലൂടെ വളരെ കാലിബറുള്ള ഒരു ഡയറക്ടർ നമുക്ക് വേണമെങ്കിൽ കിട്ടിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഞാനും കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ഇയാൾ സെൻസിബിൾ ആണെന്നുള്ളത്. എങ്ങനെ ഈ സിനിമ നമ്മുടെ അടുത്ത് കൊണ്ടു തന്നു, അത് ഐ മീൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു വിഷ്വലുണ്ടല്ലോ, ആ വിഷ്വലിൻ്റെ മേളിൽ വിഷ്വൽ വരുത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു കഥ, ഒരു പുസ്തകം ഇരുന്ന് വായിക്കുമ്പോൾ നമ്മളാണല്ലോ അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഏറ്റവും നല്ല വിഷ്വൽസ് അല്ലേ നമ്മൾ കാണുള്ളൂ. പക്ഷേ അതിനേക്കാൾ മേളിലൊരു സംവിധായകൻ എടുത്തു വയ്ക്കുമ്പോഴാണ് എൻ്റെ അമ്മ ഇങ്ങനൊരു തലവും കൂടി അതിനുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ കഥ പറയുന്നതിനേക്കാൾ 10 ഇരട്ടി മേളിലാണ് ഇതിനെ വിഷ്വലാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആരെയും ഒരു സിനിമയെ വളരെ ഭ്രാന്തമായി സ്നേഹിക്കുന്നവരുടെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്തുള്ള ഒരുത്തനാണ് അവൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ യങ്സ്റ്റേഴ്സ് ആയതിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ ചത്ത് നിൽക്കും, സിനിമ ഇങ്ങനെ നിൽക്കും. പിന്നെ പരസ്പരം എടാപോടാ ബന്ധമല്ലേ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഷോട്ട് ശരിയായില്ല, അതല്ലാതെ സർ മറ്റേത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കട്ട് നമുക്ക് മറ്റേ വേറെ രീതിയിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. സ്ട്രെസ്ഡ് അല്ല, ഒന്നും റിലാക്സ്ഡ് ആണ്, ഭയങ്കര സുഖം. അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കുറേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കുറേ നല്ല സംഭവങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാനസികാവസ്ഥ വെച്ച് രണ്ടും നന്നാവണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം രണ്ടും 2 ജോണറിൽ നിൽക്കുന്ന സിനിമയാണ്. പ്രേതം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ 2 സിനിമകൾ, ഇപ്പോൾ ഏത് സിനിമ വന്നാലും നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പോയി കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും ഓഡിയൻസ് വരട്ടെ, രണ്ടും നിരാശപ്പെടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം 2 സിനിമയും പ്രതീക്ഷയോടുകൂടി വന്ന് കാണുന്നതാണ്. അപ്പോൾ 2 സിനിമയും ഇഷ്ടപ്പെടാനുള്ള ചേരുവകൾ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിഷ്ടപ്പെടട്ടെ. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ പ്രേതം നന്നാവട്ടെ. കാരണം എന്താ അറിയോ, എന്നെ പ്രൊഡ്യൂസറല്ല അതിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടർ, ആക്ടർ തന്നെയാണ്. ഒരു പടം ആളുകളുണ്ടോ എന്ന് ചോദിക്കുന്നത് ആക്ടറാണ്, പ്രൊഡ്യൂസർ ചോദിക്കുന്നത് കളക്ഷനാണ് അല്ലേ. എനിക്ക് ആളുകൾ ഹൗസ്ഫുള്ളാണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇത്രയധികം ആളുകൾ ഈ സിനിമ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അത് കഴിഞ്ഞിട്ടേ പ്രൊഡ്യൂസർ ചിന്ത വരുള്ളൂ അല്ലേ. കളക്ഷൻ ഓഫ് കോഴ്സ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് മെച്ചം തന്നെയാണ്. പക്ഷെ മറ്റേതിനോടാണ്
ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്.